نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون عباد الله، اتقوا الله حق تقوى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവർത്തിക്കുക, പ്രവർത്തന തലങ്ങളിലേക്ക് അത് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, കാലത്തിന്റെ വേഗതയെ സംബന്ധിച്ച് നാം ആലോചിക്കുന്നില്ലേ? എത്ര വേഗത്തിലാണ് രാവുകൾ പകലുകളായി മാറുന്നത്, എത്ര വേഗതയിലാണ് പകലുകൾ രാവുകളായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞില്ലേ, സുബ്ഹാനഹു വ തആല അയ്യാമൻ മഅദൂദാത്ത്, അയ്യാമൻ മഅദൂദാത്ത്, ഏതാനും ചില എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാകുന്നു. ആ അയ്യാമൻ മഅദൂദാത്ത്, ആ എണ്ണപ്പെട്ട ദിനങ്ങളിലെ മുഖ്യഭാഗത്തോടും നാം വിട പറഞ്ഞിരിക്കുന്നു. ഏതാനും ചില ദിനങ്ങൾ മാത്രമാണ് ആ എണ്ണപ്പെട്ട ദിനങ്ങളിൽ തന്നെ ബാക്കിയാകുന്നത്. 7 ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, പല പള്ളികളെയും തറാവീഹുകളുടെ സഫുകളിൽ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫർളായ നിസ്കാരങ്ങളിലെ ജമാഅത്തുകളിലെ സഫുകളിൽ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖുർആൻ പാരായണം ആരംഭത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഈ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ അത്രത്തോളം പാരായണം ചെയ്യാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകാരമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവിടെ നിന്ന് നമ്മുടെ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഓരോ ദിവസങ്ങളിലും കാണിക്കാത്ത കഠിനമായ പ്രയത്നം ഈ 10 ദിവസങ്ങളിൽ അവിടെ നിന്ന് കാണിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് ഉറങ്ങാറുണ്ടായിരുന്നു, നിസ്കരിക്കാറുണ്ടായിരുന്നു, തന്റെ ഭാര്യമാരോടൊപ്പം തന്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു, സല്ലപിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവസാനത്തെ 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുവരെ കണ്ട റസൂലിനെ എല്ലാവർ കാണാറുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ-അശ്റ അൽ-അഖീർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യാ ലൈല, അവിടുത്തെ രാത്രികളെ പൂർണ്ണമായി അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനുള്ളതാക്കി മാറ്റുകയാണ്. നിസ്കാരങ്ങളിലൂടെ, ഖുർആനിന്റെ പാരായണങ്ങളിലൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആകളിലൂടെ, ദിക്റുകളിലൂടെ, സദഖകളിലൂടെ, വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രികളെ ജീവനുള്ളതാക്കി മാറ്റുകയാണ്. വശദ്ദ മിഅ്സറ, അവിടുത്തെ അടിമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറുക്കി ഉടുക്കുമായിരുന്നു. അവിടുത്തെ കുടുംബത്തോട് ഒരൽപ്പം വിട്ടുനിൽക്കുമായിരുന്നു. ഭാര്യമാർ അവിടെ നിന്ന് അകറ്റാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവർത്തനങ്ങളിൽ തന്നിൽ തന്നെ ഒതുക്കിയിട്ടില്ല, സ്വന്തത്തിലേക്ക് അവിടുന്ന് ഒതുക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്ഖദ അഹ്ലഹ്, അവിടുത്തെ കുടുംബത്തെ അള്ളാഹുവിന്റെ റസൂൽ ഉണർത്താറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയല്ല കുടുംബം ഉള്ളത് എന്നാണെങ്കിൽ അവരെ നാം വിളിക്കുക, അവരോട് പറയുക, നല്ല നല്ല രാത്രികളാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഇറങ്ങുന്ന രാത്രികളാണ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയാണ്. എഴുന്നേൽക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അവനോട് പ്രാർത്ഥിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. പ്രിയമുള്ളവരെ, റമദാനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് പോലെ തന്നെ റമദാനിലെ അവസാനത്തെ 10 നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ മാറ്റം പ്രകടമാവേണ്ടതുണ്ട്. അത് പ്രകടമായി കണ്ടതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ വിവരിച്ച് നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇപ്രകാരം മാറ്റമുണ്ടായിരുന്നത്? അതെ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറയുകയാണ്, ഇഅ്തകഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 الأول من رمضان فاعتكفنا معه. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലങ്ങളിൽ റമദാനിലെ ആദ്യത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫഅതകഫ്നാ മഅഹ്, നാമും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇഅ്തികാഫിരുന്നു. ഫഅതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നമാ തത്ലുബു അമാമക്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്തും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഇഅ്തികാഫ് ഇരിക്കുന്നത്? താങ്കൾ എന്തും ആഗ്രഹിച്ചുകൊണ്ടാണോ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുന്നത്? അത് കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞ രാത്രികളിൽ ആയിരുന്നില്ല, അത് താങ്കൾക്ക് മുന്നിലാണ്. ഫഅതകഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ 10 അൽ ഔസത്ത്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ 10 അവിടെ നിന്ന് ഇഅ്തികാഫിരുന്നു. ഫഅതകഫ മഅഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും അവിടുത്തോട് കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. ഫഅതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നമാ തത്ലുബു അമാമക്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ രാത്രികളിൽ ആയിരുന്നില്ല, അത് താങ്കൾക്ക് മുന്നിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് സഹാബാക്കൾക്ക് പരിചയപ്പെടുത്തി നൽകുകയുണ്ടായി. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടാകാൻ കാരണം അവിടെ നിന്ന് തേടിയത് ലൈലത്തുൽ ഖദ്റാണ്. റമദാനിന്റെ ആഗതം, റമദാൻ വരുമ്പോൾ സഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നില്ലേ? ആ ഖുത്ബയിൽ, ആ സന്തോഷ വാർത്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കൊണ്ട് കൂടി അവരെ സന്തോഷം അറിയിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീഹി ലൈല, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഒരൊറ്റ രാത്രിയാണ്, ഏതാനും മണിക്കൂറുകളല്ലേ, 12-13 മണിക്കൂറുകൾ മാത്രം. വഫീഹി ലൈല, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്. 1000 മാസം എന്നല്ല പറഞ്ഞത്, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഈ ഖുർആനിനെ നാം ഖദ്റിന്റെ രാത്രിയിലാകുന്നു അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണത്, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, അല്ലാഹുവിന്റെ മലക്കുകൾ തുടരെ ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം, രക്ഷയാണ്, സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ, പ്രഭാതം പിറക്കുന്നത് വരെ അത് ഭൂമിയിലുള്ളവർക്ക് സമാധാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, ഈ രാത്രിയുടെ പവിത്രത മനസ്സിലാക്കിയവൻ, ഈ രാത്രിയുടെ ഈ ശ്രേഷ്ഠത മനസ്സിലാക്കിയവൻ, അവൻ പിന്നെ എങ്ങനെയാണ് കച്ചവടക്കാരുടെ മുന്നിൽ കൊണ്ടുപോയി ഈ രാത്രിയെ തുലച്ചു കളയുക? അവൻ പിന്നെ എങ്ങനെയാണ് അങ്ങാടികളുടെ വഴിയോരങ്ങളിൽ ഈ രാത്രികളെ ഇല്ലാതാക്കി കളയുക? ഇല്ല, ഒരു മുഅ്മിനിന് സാധ്യമല്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ 10 നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി അധികരിക്കാൻ ചില ചിന്തകൾ നമുക്ക് അനിവാര്യമാണ്. 3 കാര്യങ്ങൾ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തേത്, പ്രിയമുള്ളവരെ, റമദാനിന്റെ ആരംഭത്തിൽ നാം കേട്ട ചില ഹദീസുകളാണ്. അത് നാം ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്.
നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആവർത്തിച്ച് നാം അതിനെക്കുറിച്ച് ഇനിയും ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വയുനാദി മുനാദിൻ, ആ റമദാനിലെ രാത്രികളിൽ ഓരോ രാത്രിയിലും ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. അവൻ വിളിയാളം വിളംബരം ചെയ്യും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ നന്മ ഉദ്ദേശിക്കുന്നവനെ, അല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം പ്രതീക്ഷിക്കുന്നവനെ, അഖ്ബിൽ, നീ മുന്നോട്ട് വാ, നീ മുന്നോട്ട് കടക്ക്. കർമ്മങ്ങളിൽ നിരതനായിക്കൊണ്ട് ഖുർആനിന്റെ പാരായണത്തിലൂടെ നിസ്കാരങ്ങളിലൂടെ നീ മുന്നോട്ട് കടക്ക്. വയാ ബാഗിയ ശർ, അല്ലയോ തിന്മ ആഗ്രഹിക്കുന്നവനെ, മ്ലേച്ഛതകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവനെ, അഖ്സർ, നീ ഒന്ന് ഒതുങ്ങ്. റമദാനിൽ നിനക്ക് നന്നാവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏതേത് കാലത്തെയാണ് നീ കാത്തിരുന്നു കൊണ്ടിരിക്കുന്നത്? വയാ ബാഗിയ ശർ, അല്ലയോ തിന്മ പ്രതീക്ഷിക്കുന്നവനെ, തിന്മയെ ആഗ്രഹിക്കുന്നവനെ, നീ ഒന്ന് ഒതുങ്ങ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ രാത്രിയിലും വഫീ കുല്ലി ലൈല വഹിയ ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ചില ആളുകൾ അവനുണ്ട്. പറ സഹോദര, പറ, ഏത് രാത്രിയിലാണ് എന്റെയും നിങ്ങളുടെയും പേര് ആ ലിസ്റ്റിൽ വരിക എന്ന് ആർക്കാണ് അറിയാവുന്നത്? റമദാനിന്റെ അവസാനം വരെ ഈ കഠിനമായ പ്രയത്നം നാം തുടരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞില്ലേ, ഇൽതമിസു ലൈലത്തുൽ ഖദർ ഫി ആഖിരി ലൈല, റമദാനിന്റെ അവസാനത്തെ രാത്രിയാണെങ്കിലും ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഒന്നാമത്തെ ചിന്ത ഇതാണ്. ആ ഹദീസുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഓരോ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഓരോ രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ ഹദീസുകൾ നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ ചിന്ത സഹോദരങ്ങളെ, കേട്ടതിന്റെ ആധിക്യം കാരണത്താൽ ഒരുപക്ഷെ ചിന്തിക്കാൻ നമുക്ക് വിട്ടുപോയ കാര്യമാണ്. ഒരുപാട് തവണ കേട്ടതാണ്. പക്ഷേ നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നാം ചിന്തിക്കണം. അതെ, ഈ റമദാൻ എന്റെ അവസാനത്തെ റമദാനാകുമോ? ഇതാകുമോ എന്റെ അവസാനത്തെ റമദാൻ? ഒരുപാട് കേട്ടതാണ്, പോരാ, ചിന്തിക്കണം. ഓരോ രാത്രിയും ചിന്തിക്കണം. പറ, കഴിഞ്ഞൊരു വർഷം എത്ര ആളുകളെ നാം ഖബറിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്? എത്ര മുഖങ്ങളിലേക്ക് നാം അവസാനത്തെ നോട്ടം നോക്കിയിട്ടിട്ട് എത്ര ചലനമറ്റ ശരീരങ്ങളെ നോക്കി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം ആലോചിച്ചവരായിരുന്നു ഇതിന്റെ അവസാനത്തെ റമദാൻ ആയിരിക്കുമെന്ന്. ഓരോ റമദാൻ വരുമ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നോ, അടുത്തൊരു റമദാനിലേക്ക് കൂടി ഞാൻ ഉണ്ടാവുകയില്ല എന്ന്? അത് മനസ്സിലാക്കുമ്പോൾ ആ ഒരു നഗ്നമായ സത്യം നമ്മെ പേടിപ്പെടുത്തും. ഇനി അടുത്ത റമദാൻ വരാനുള്ളത് അടുത്ത വർഷമാണ്. ആ ഒരു വർഷത്തിനുള്ളിൽ ആർക്കെല്ലാം എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ജീവനുള്ളവൻ മരിച്ചവനായി മാറുന്നു, ആരോഗ്യമുള്ളവൻ രോഗിയായി മാറുന്നു, പണമുള്ളവൻ ദരിദ്രനായി മാറുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പരമമായ സത്യം നാം ആലോചിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, മനസ്സായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ അത് പ്രവർത്തനങ്ങളിലൂടെ പുറമേക്ക് പ്രകടമാകും. അതുകൊണ്ട് ഓരോ രാത്രിയിലും നാം ചിന്തിക്കണം, ഓരോ രാത്രിയും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇതെന്റെ അവസാനത്തെ റമദാനാകുമോ? ഇതെന്റെ അവസാനത്തെ റമദാനാകുമോ? ഇതാണ് എന്റെ അവസാനത്തെ റമദാനെങ്കിൽ, ഇനി അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതെങ്കിൽ, ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു ഖേദം നമുക്കുണ്ടാകുവാൻ പാടുള്ളതല്ല. ആ റമദാന് കൂടി ഞാൻ നന്നായി ഒന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ഖേദത്തിന്റെ വാക്യം നമ്മിൽ നിന്ന് പുറമേക്ക് വരുവാൻ പാടുള്ളതല്ല. ഇനി അങ്ങനെയല്ല എന്നാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റമദാനുകൾ നമുക്ക് വേണ്ടി ഖദറാക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങനെയാണ് എങ്കിൽ എത്ര നല്ല പര്യവസാനമാണ് നാം ഈ റമദാനിനെ കൊണ്ടുവരാൻ പോകുന്നത്. സഹോദരങ്ങളെ, മൂന്നാമത്തെ ചിന്ത, ഈ രണ്ട് ചിന്തകളെ കൊണ്ടും സ്വയം പ്രചോദനം ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ കൂടെയുള്ള സാലിഹ്യങ്ങളിലേക്ക് നോക്കുക. മുൻകാലക്കാരായാലും പിൽക്കാലക്കാരായാലും ജീവിക്കുന്നവരായാലും മരണപ്പെട്ടവരായാലും അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ഈ കാലഘട്ടത്തിലും ഓരോ ദിവസങ്ങളിലും ഓരോ ഖത്മ തീർക്കുന്ന ആളുകളുണ്ട്. യുവാക്കളുടെ കൂട്ടത്തിലുണ്ട്, വൃദ്ധന്മാരുടെ കൂട്ടത്തിലുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തുന്ന കരങ്ങിയ കണ്ണുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ ചോദിക്കുന്ന എത്ര സാലിഹ്യങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഖുർആനിന്റെ പാരായണത്തിൽ, ദിക്റുകളിൽ, ദുആകളിൽ നമ്മെക്കാൾ മുൻകടന്ന എത്ര ആളുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരിലേക്ക് നോക്കുക. അവരുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ, അവരുടെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്തൊഴുകയാണ് പറയാനുള്ളത്? എന്ത് കാരണമാണ് നമുക്ക് റബ്ബിനോട് ബോധിപ്പിക്കാനുള്ളത്? അവർക്കുള്ള അതേ തിരക്കുകളല്ലേ നമുക്കുമുള്ളത്, അവർക്കുള്ള അതേ ദുനിയാവല്ലേ നമുക്കുമുള്ളത്.
അവർക്കുള്ള അതേ രാപ്പകലുകളല്ലേ നമുക്ക് മുന്നിലൂടെയും മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സർവ്വസന്നാഹവും ഒരുമിച്ച് കൂട്ടുക. ഈ അവസാനം നന്നാക്കി തീർക്കുവാൻ നമ്മൾ ചിന്തിക്കുക. ആരംഭം നന്നാക്കിയവരെ വിടവാങ്ങൾ അതിനേക്കാൾ നന്നതാക്കി മാറ്റുക. ആരംഭത്തിൽ അത്ര തന്നെ നല്ല കണ്ട് മുന്നോട്ട് ചലിക്കാൻ സാധിക്കാതെ പോയവരെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ വാക്കാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകൾ പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനത്തെ നോക്കിക്കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അമലുകൾ ചെയ്തുകൊണ്ട് അടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ തിന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. ابن الجوزي رحمه الله അദ്ദേഹത്തിന്റെ മകന് നൽകിയ മഹത്തരമായ ഉപദേശത്തിൽ, മനോഹരമായ ഉപദേശത്തിൽ അദ്ദേഹം ഇത്ര കൂടി പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, യാ ബുനൈ, എന്റെ മകനെ, ഫഅ്തബിർ ബിമൻ മവാ മിനൽ മുലൂകി വസ്സുഹാദ്, കഴിഞ്ഞുപോയ രാജാക്കന്മാരിൽ നിന്നും ദുനിയാവിനോട് വിരക്തി കാണിച്ച സാഹിദുകളിൽ നിന്ന് ഈ പാഠം ഉൾക്കൊള്ളുക. വഅൈന ലദ്ദതു ഹൗലാ വഅൈന തഅബു ഉലൈക, എവിടെയാണ് രാജാക്കന്മാർ അവർ ആസ്വദിച്ചിരുന്ന ലദ്ദത്ത്, ആസ്വാദനങ്ങൾ എവിടെ? ഈ സാഹിദീങ്ങൾ അവർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ എവിടെ? അതെല്ലാം മറന്നുപോയിരിക്കുന്നു. എല്ലാതും കാലത്തിന്റെ ചരിത്രങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ബഖിയ സവാബുൽ ജസീൽ വദ്ദിക്രിൽ ജമീൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അവർക്ക് സൽകീർത്തിയും അതുപോലെ തന്നെ മഹത്തരമായ പ്രതിഫലവും ബാക്കിയായിരിക്കുന്നു. വൽഖാലത്തുൽ ഖബീഹതു വൽ ഇഖാബുൽ വബീലു ലിൽ ആസീൻ, റബ്ബ് സുബ്ഹാനഹു വ തആല ദിക്റിച്ചുകൊണ്ട് ജീവിച്ചവർക്ക്, റബ്ബിന്റെ വിധിവിലക്കുകളെ മറന്നവർക്ക് അവർക്ക് ചീത്തയായ കീർത്തിയും മോശമായ സംസാരവും കഠിനമായ ശിക്ഷയും ബാക്കിയായിരിക്കുന്നു. വകഅന്നഹു മാ ജാഅ മൻ ജാഅ വലാ ശബഅ മൻ ശബഅ, വയറ് നിറയെ കഴിച്ചവൻ അവനപ്രകാരം കഴിക്കാത്തതുപോലെ, വിശന്നവൻ വിശക്കാത്തതുപോലെ ഇന്നലകൾ മറക്കപ്പെട്ടിരിക്കുന്നു. വൽകസലു അനിൽ ഫവാഇൽ ബിഅ്സർ റഫീഖ്, ഉന്നതങ്ങളെ തൊട്ടുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളെ തൊട്ടുള്ള മടിയും അലസതയും എത്ര മോശം കൂട്ടുകാരനാണ്. വഹുബ്ബുർ റാഹതി യൂരിസു മിനൻ നദ്മി മാ യർബു അലാ ലദ്ദ, ഈ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്റിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കവേ അവൻ അനുഭവിക്കുന്ന വിശ്രമമുണ്ടല്ലോ, ആ വിശ്രമം അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അവസാനമില്ലാത്ത ഖേദമാണ്. ഫൻതബിഹ്, നീ ഉണരുക. ഫൻതബിഹ്, നീ ഉണരുക. വതഅബ് ലിനഫ്സിക്, നിന്റെ നഫ്സിന് വേണ്ടി, നിന്റെ ആത്മാവിന് വേണ്ടി, നിന്റെ ആത്മാവിനെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, സുഖ സൗകര്യങ്ങളുടെ സ്വർഗത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി, വതഅബ് ലിനഫ്സിക്, നീ നിന്റെ നഫ്സിന് വേണ്ടി പണിയെടുക്കുക. രാപ്പകലുകളില്ലാതെ നീ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുസരണത്തിലായിക്കൊണ്ട് അവനിലേക്ക് മടങ്ങാൻ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്ര തിരിച്ച നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
وسبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.